ഇത് നമ്മളുടെ നാടൻ കോഴികളാണ്. ബാക്കിയുള്ള സങ്കര ഇനം കോഴികളെയൊന്നും വളർത്താൻ എനിക്ക് താല്പര്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാടൻ കോഴിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം ഒരു 10, 13 അല്ലെങ്കിൽ ഒരു 15 മുട്ടയേ ഇടത്തുള്ളൂ. പക്ഷേ അത് അടയിരുന്ന് നമ്മൾക്ക് കുഞ്ഞുങ്ങളെ വിരിയിച്ചിറക്കുമല്ലോ. ബാക്കിയുള്ള സങ്കര ഇനങ്ങളാണെങ്കിൽ അടയിരിക്കുന്നതല്ല. പിന്നെ ഇതിൻ്റെ മുട്ട സങ്കര ഇനം കോഴികളെക്കാട്ടിലും വളരെ ചെറുതായിരിക്കും. പക്ഷേ ഔഷധ ഗുണങ്ങൾ കൂടുതലാണ്. അന്നേരം എനിക്ക് ഈ നാടൻ കോഴികളെ മറ്റുള്ള സങ്കര ഇനം വളർത്തുന്നതിനെക്കാട്ടിലും നാടൻ കോഴികളെ വളർത്താനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ നാടൻ കോഴികളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ലാഭകരമാണോ ഈ കോഴി? ലാഭകരമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നമ്മൾ ചോദിച്ചാൽ ലാഭകരമല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് തീറ്റ മേടിക്കുവാണെങ്കിൽ നമ്മൾ ഈ നാടൻ കോഴികളെ ഒരു തവണ കിട്ടുന്നത് ഒരു 15 മുട്ടയായിരിക്കും. ഒരിക്കലും ലാഭകരമല്ല. പക്ഷേ നമ്മളുടെ വീട്ടിൽ വരുന്ന നമ്മുടെ മക്കളൊക്കെ കഴിച്ചിട്ട് വരുന്ന ഭക്ഷണാവശിഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതുങ്ങൾക്ക് കൊടുക്കാം. അന്നേരം അതിന് തീറ്റയുമായി നമ്മൾക്ക് ഇതിൻ്റെ കോഴിക്കാഷ്ടം വളമായിട്ട് ഉപയോഗിക്കാം. ആ ഒരു രീതിയിലാണ് കണക്ട് ചെയ്ത് ഇതിനെ വളർത്തിയിരിക്കുന്നത്.